വി ഡി സതീശൻ ഒരുങ്ങി തന്നെയാണ്. ഒരടി പോലും പിറകോട്ട് പോകാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട്, ഒരു വാക്കുണ്ട്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൽ റെഡ് അലേർട്ട് ആണ് എന്നർത്ഥം. എന്തുകൊണ്ടാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് വി ഡി സതീശൻ? കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നു, അതിൽ ഒരു പരിധിവരെ വിജയം കണ്ടിരിക്കുന്നു. കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കെ മുരളീധരൻ കെ സി വേണുഗോപാലിന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, UDF വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനും കൂടിയുണ്ട് എന്ന്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈ സമയത്ത് അതിന് പുറകിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് കെ മുരളീധരൻ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും രംഗത്തിറങ്ങുന്നുണ്ട്. പരസ്യമായി അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസിൽ ഇപ്പോൾ വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് മുല്ലപ്പള്ളിയെ മാറ്റി കെ സുധാകരൻ വരുന്നത്. കെ സുധാകരനും വി ഡി സതീശനും കൂടി ചേർന്ന് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കും, ഇതായിരുന്നു പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ. പക്ഷേ എന്താണ് സംഭവിച്ചത്? കുറച്ച് കഴിയുമ്പോൾ വി ഡി സതീശനും കെ സുധാകരൻ തമ്മിൽ തെറ്റി. കെ സുധാകരന്റെ പണി പോയി. അദ്ദേഹം കണ്ണൂരിൽ വീട്ടിലിരിക്കുന്നു. പകരം വന്ന സണ്ണി ജോസഫ് വി ഡി സതീശന്റെ പാവയാകും എന്നാണ് വി ഡി സതീശൻ കരുതിയത്. അവിടെ നിന്ന് തുടങ്ങി വി ഡി സതീശന്റെ പടിയിറക്കം എന്ന് വേണമെങ്കിൽ പറയാം. സണ്ണി ജോസഫിനെ മുന്നിൽ നിർത്തി കെ സി വേണുഗോപാൽ കളി തുടങ്ങി. കേരളത്തിലെ കോൺഗ്രസിനകത്ത് കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ മോഹങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന ചോദ്യമേ ഉയർന്നുള്ളൂ. അത് കെ സി വേണുഗോപാലാണോ രമേശ് ചെന്നിത്തലയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് പോലെ. വി ഡി സതീശനെ ഒറ്റപ്പെടുത്താൻ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാകുമോ? ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുമോ? കൊടുക്കാനാണ് സാധ്യത എന്ന് കെ സി വേണുഗോപാൽ വിഭാഗം തന്നെ പറയുന്നു. പക്ഷേ വി ഡി സതീശൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത്, ആരുമില്ല കൂടെ. നേരത്തെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, VT ബൽറാം, ചാണ്ടി ഉമ്മൻ അങ്ങനെയുള്ള യുവനിര പൂർണ്ണമായും വി ഡി സതീശനിൽ നിന്ന് അകന്നുപോയി. വി ഡി സതീശൻ അഭിമാനത്തോടെ പറയാറുണ്ട്, എൻ്റെ ടീം, UDF ടീം, കോൺഗ്രസ് ടീം എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം തകർന്ന് തരിപ്പണമായി. വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞ് അവരൊക്കെ കെ സി വേണുഗോപാലിന്റെ കൂടെ പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൽ UDFൽ വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് പിന്തുണയില്ല, UDFലെ ഘടകകക്ഷികളുടെ പിന്തുണയില്ല, കേരളത്തിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ പിന്തുണയില്ല, സമുദായ സംഘടനകളുടെ പിന്തുണയില്ല. അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രം നിന്ന് പോരാടുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. എത്ര കാലം ഈ പോരാട്ടം കോൺഗ്രസിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നേതാക്കളുടെയും അണികളുടെയും പിന്തുണയില്ലാതെ? വി ഡി സതീശനെ പരാജയപ്പെടുത്തണമെങ്കിൽ, വി ഡി സതീശനെ ഒതുക്കണമെങ്കിൽ വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നവരെ വെട്ടിമാറ്റണം. അതാണ് ആദ്യം ചെയ്തത്. ഇടം കൈയും വലം കൈയും വെട്ടിമാറ്റിയതോടുകൂടി വി ഡി സതീശൻ ഒന്നുമല്ലാതാകുന്ന അവസ്ഥ. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനമുണ്ട് എന്നതേയുള്ളൂ. കോൺഗ്രസിന്റെ നേതാക്കളില്ല, കോൺഗ്രസിന്റെ അണികളുമില്ല കൂടെ. അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ട വി ഡി സതീശനെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് റെഡ് അലേർട്ട് വിളിച്ച് കോൺഗ്രസിനകത്ത് ഒരു കലാപത്തിന് വി ഡി സതീശൻ തയ്യാറെടുക്കുന്നത്. ആർക്കെതിരെയാണ് റെഡ് അലേർട്ട്? കെ സി വേണുഗോപാലിനെതിരെയാണ്. കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്ന നേതാക്കൾക്ക് എതിരെയാണ്. സ്വന്തം ഇരിപ്പിടം സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരെ പോരാടുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നടപ്പാക്കാൻ വി ഡി സതീശന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരിക്കലും കഴിയില്ല. കാരണം കൂടെ ആരുമില്ല. സ്വന്തം ഇരിപ്പിടം സംരക്ഷിച്ച് പോരാടാൻ കഴിയുമോ വി ഡി സതീശന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് അടുത്ത കാലത്ത് ഏറ്റെടുത്ത സമരങ്ങളുടെ അവസ്ഥ. ശബരിമല പൊളിഞ്ഞുപോയി, ശിരോവസ്ത്ര വിവാദം പൊളിഞ്ഞുപോയി. കഴിഞ്ഞ 9.5 വർഷം കേരളം ഭരിച്ച സർക്കാരിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാരോപണം ഉന്നയിക്കാൻ
അതൊന്ന് തെളിയിച്ചെടുക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിവാദം പോലെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതമാകുന്നത് കോൺഗ്രസും UDF-ഉം. പക്ഷേ PD സതീശൻ അതൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിലും ആൾക്കൂട്ടം അകന്നകന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി, തന്ത്രങ്ങളെല്ലാം പിഴച്ച, അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങളിലും പരാജയപ്പെട്ട ഒരു നേതാവിനെയാണ് VD സതീശനിലൂടെ നമുക്കിപ്പോൾ കാണുന്നത്. ആ നേതാവിൻ്റെ തലക്ക് മുകളിലേക്ക് ഇതാ KC വേണുഗോപാൽ കയറി വരുന്നു. രമേശ് ചെന്നിത്തലയുടെ കയ്യും പിടിച്ചു.